ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ റെസിപ്പി നോക്കിയാലോ. കുമ്പളങ്ങയും സവോളയും മാത്രം മതി ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്ത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുള്ളൂ. ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. കുമ്പളങ്ങ അരിഞ്ഞ് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കിയോ അരിയാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. അതിനായി ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തത്. സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവോളയുടെ തലഭാഗം കളഞ്ഞ ശേഷം നീളത്തിൽ അരിയണമെങ്കിൽ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഇതുപോലെ അരിയാവുന്നതാണ്. ഇവിടെ കുമ്പളങ്ങയും സവോളയും ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായി ഒരു കൈപ്പിടി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയോ പകരം 2-3 പച്ചമുളകോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ടും ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാവുന്നതാണ്. 2 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1/4 ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇത് കൂടുതലായിട്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. വലിയ പേസ്റ്റ് രൂപത്തിലാവണമെന്നില്ല. ഇതുപോലെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ പൊട്ടിക്കാൻ എടുത്തേക്കുന്നത്. കടുക് പൊട്ടി വന്ന ശേഷം നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് ഇട്ടിട്ടുള്ളത്. ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്ത് കീറി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങയും അതുപോലെ തന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന സവോളയൊക്കെ നമുക്കിടാം. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് 2 പച്ചമുളക് കീറിയിടാം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം നമ്മൾ അരപ്പുണ്ടാക്കാൻ നേരത്ത് മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എരിവ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തികച്ച് വേണ്ട, അതിലും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. നമുക്കിനി അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇവിടെ ഞാൻ നന്നായി മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇത് വെന്തോന്ന് നോക്കാം. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്യുക.